സംസ്ഥാനത്ത് താപനില കൂടുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. മേഘ്ന മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന, ഇപ്പോൾ തന്നെ സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. ഇനിയും അത് ഉയരുമെന്നാണോ? എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം? ഗോകുൽ, വരുന്ന 1-1.5 മാസത്തേക്ക് കടുത്ത ചൂട് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇടയ്ക്ക് ആശ്വാസമായി വേനൽമഴ എത്തിയേക്കാം. എന്നാലും 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ കടുത്ത ചൂടുണ്ടാകും. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്നവരടക്കം, അതുപോലെ ജോലിക്കടക്കം പോകുന്നവർ ശ്രദ്ധിക്കണം, മുൻകരുതലുകൾ എടുക്കണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത്. നിലവിൽ താപനില അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. 12 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്, ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അതിൽ പാലക്കാട് 39 ഡിഗ്രി വരെയും അതുപോലെ കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി വരെയുമാണ് താപനില രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പൊതുവെ ഉള്ളതിൽ നിന്നും 1-2 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നാണ് താപനില ഇപ്പോൾ പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ കറുത്ത വസ്ത്രം അണിയാതിരിക്കുക, സൂര്യാഘാതം ഏൽക്കാതെ ശ്രദ്ധിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പായി നൽകുന്നത്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട മഴയ്ക്കും ചില സ്ഥലങ്ങളിൽ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഇത് ചൂടിനൊരു ആശ്വാസമായേക്കാം. പക്ഷേ വരുന്ന 1.5 മാസം ഇതേപോലെ തന്നെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയിപ്പായി വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.